ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടി അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസ് വർക്ക്, അതായത് ഹെഡ്ലൈറ്റ് അസംബ്ലി മാറണം, ഇൻഡിക്കേറ്റർ മാറ്റാനുണ്ട്, ബാക്കിലത്തെ ഷോക്ക് അബ്സർ മാറ്റണം, ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്ക് ഉണ്ട്, അതേപോലെ ഒരു ഫ്ലാപ്പ് സെറ്റ് ചെയ്യണം, ഫുഡ് റെസ്റ്റ് മാറ്റണം. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്, ഫോർക്ക് ഓയിൽ സീലൊക്കെ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ഷോക്ക് അബ്സറൊക്കെ നമ്മൾ നിലവിൽ മാറ്റി പുതിയത് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇൻഡിക്കേറ്റർ മാറ്റാനുണ്ട്. അങ്ങനെ കുറച്ച് വർക്കുകളാണ്. അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്കിപ്പോൾ ബാക്ക് ഷോക്ക് നമ്മൾ പുതിയത് വെച്ചേക്കണേ, ചെയിനൊക്കെ ചെറിയ ലൂസുണ്ട്, ടൈറ്റ് ചെയ്യാനുണ്ട്, അതേപോലെ ടയറൊക്കെ തീർന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിനസ് ശ്രദ്ധിച്ചോളാം. ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ഫോർക്ക് ഓയിൽസിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാരണം ഫ്രണ്ട് ഫോർക്ക് അഴിക്കണ സമയത്താണ് പൈപ്പ് കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. പൈപ്പ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഓയിൽസിൽ മാത്രം മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഓയിലും ഓയിൽസിൽ മാറുന്ന കൂട്ടത്തിൽ കൂടെ ഫോർക്കിൻ്റെ പൈപ്പും കൂടി മാറ്റിയാലാണ് പിന്നീട് ഓയിലേക്ക് വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, പക്ഷേ ഓയിൽസിൽ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞത് കാരണം നമ്മളത് അഴിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, ഹാൻഡിൽ ബെയറിങ് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു അടി പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഫോർക്ക് റിപ്പയർ ചെയ്യുമ്പോൾ കൂട്ടത്തിയുടെ കോൺസെപ്റ്റ് കൂടി മാറ്റി വിടണമായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ അതല്ലെങ്കിൽ ഈ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണേ, ഫ്രണ്ട് ഈ ഗട്ടറിൽ ചാടുമ്പോൾ ഈ അടി നിങ്ങൾ അപ്പോഴായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി ഇപ്പോൾ തന്നെ കംപ്ലയിൻ്റ് ആണ്, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഹാൻഡിൽ ടൈറ്റ് ആവാണ്. ഒന്നോലെ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കട നമ്മളിപ്പോൾ ഫോർക്ക് അഴിച്ച് റിപ്പയർ ചെയ്യണ കൂട്ടത്തിക്കട കോൺസെപ്റ്റ് കൂടി മാറ്റി കയറ്റാം. അതല്ലെങ്കിൽ പിന്നീട് അതിന് വേണ്ടിയിട്ട് വീണ്ടും അഴിക്കേണ്ടതായിട്ട് വരും. ഫോർക്ക് ഓയിൽസിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചില വണ്ടിയുടെ കംപ്ലയിൻസുകളുടെ ലക്ഷണം കാണുമ്പോൾ തന്നെ നമുക്കറിയാം പൈപ്പ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ. അതാണ് നമ്മൾ കൃത്യമായിട്ട് പറയണം. അതും കൂടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം അഴിച്ചാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചാണ് അത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടുത്തെ ഫോർക്കിൻ്റെ സ്റ്റീലിൻ്റെ ആ പ്ലേറ്റിങ് കംപ്ലയിൻറ്റ് വന്നേക്കാം. അപ്പോൾ ഈ ഭാഗത്ത് ഓയിൽസീൽ ഇട്ട് കഴിഞ്ഞാൽ നിൽക്കില്ല, പൈപ്പ് മാറ്റിയിടേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് അപ്പുറത്തെ പൈപ്പുമ്മേ നോക്കിയേ, ഇതുമ്മേ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് നോക്കി അറിയാം 1-2 ലൈൻ നല്ല രീതിയിൽ, അത് കൃത്യമായിട്ട് ഇതിനകത്ത് കണ്ടോ, ഈ സൈഡിൽ വന്ന 1-2 ലൈൻ നല്ലോണം അതുമ്പോൾ സ്ക്രാച്ച് ആയിട്ടുണ്ട്. അതായത് ഈ പൈപ്പ് എങ്ങനെയാണോ കംപ്ലയിൻറ്റ് വന്നത് അതേ രീതിയിൽ തന്നെ അത് കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ നിലവിൽ 2 ഫോർക്കിൻ്റെ പൈപ്പും ഓയിൽസീലും കൂടി മാറ്റിയാലാണ് നിങ്ങളുടെ കംപ്ലയിൻറ്റ് മാറുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓയിൽസീൽ മാത്രം മാറ്റിയിട്ടെന്ന് കരുതാം, ഈ പൈപ്പുമ്മേ പെട്ടെന്ന് പോകും. അതായത് ചിലപ്പോൾ ഇന്ന് തന്നെ കംപ്ലയിൻറ്റ് വരും. മറ്റേതുമ്പോൾ ചിലപ്പോൾ ഇന്ന് വന്നെങ്കിലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അതും ലീക്ക് വരും. അപ്പോൾ നമ്മൾ ഈ അഴിച്ച് ചെയ്ത പണി പാഴുപണിയാവും. ആ ഓയിൽസീൽ കാര്യങ്ങളൊക്കെ ആ ലേബർ ചാർജ് അടക്കം നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ നിലവിൽ 2 ഫോർക്ക് പൈപ്പും ഓയിൽസീൽ കാര്യങ്ങളും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. എന്നാലാണ് ആ ചെയ്യുന്ന വർക്ക് നീറ്റ് ആവുള്ളൂ, ആ കംപ്ലയിൻറ്റ് വരാതിരിക്കുള്ളൂ. പിന്നെ അതേപോലെ കോൺസെപ്റ്റിൻ്റെ കേസ്, കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓടുമ്പോഴാണ് നിങ്ങൾ ഫ്രണ്ടിലത്തെ ഭാഗം ശ്രദ്ധിക്കുകയുള്ളൂ. ഓൾറെഡി ഇപ്പോൾ തന്നെ കംപ്ലയിൻ്റ് ആണ്. നമ്മൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയ ഷെയ്ക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ആയ കോൺസെപ്റ്റിലേക്ക് പുതിയ ഫോർക്ക് റിപ്പയർ ചെയ്ത് കയറ്റി ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ അതിന് ശേഷം ഈ കംപ്ലയിൻറ്റ് വന്നത് അല്ല, ഓൾറെഡി ഇപ്പോൾ തന്നെ കോൺസെപ്റ്റ് കംപ്ലയിൻ്റാണ്. അപ്പോൾ കോൺസെപ്റ്റ് മാറ്റുന്നുണ്ടെങ്കിൽ കൈയോടെ നമ്മളത് പറയാം, ആവശ്യപ്പെടാം, കോൺസെപ്റ്റ് മാറ്റാം. ഇപ്പോൾ ഞാൻ ഇടുന്ന ഇതിപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അതിനകത്ത് കോൺസെപ്റ്റും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം വേണ്ടെങ്കിൽ പറഞ്ഞ് ഒഴിവാക്കാം, കുഴപ്പമില്ല. പക്ഷേ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അതിനകത്ത് ഫോർക്ക് ഓയിൽസിൽ ഫോർക്ക് ഓയിൽ, ഫോർക്ക് പൈപ്പ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടുന്നു. അതേപോലെ തന്നെ ബാക്ക് ഷോക്ക് അബ്സർ, ഇൻഡിക്കേറ്ററുകൾ, 4 ഇൻഡിക്കേറ്റർ വരും, ഇൻഡിക്കേറ്ററുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത്. വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. അതേപോലെ ഈ സൈഡിൽ കിക്കർ ഓയിൽസിലും ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ, അതുകൂടി മാറ്റിയിട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ട് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതിന് ശേഷം മാത്രം വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുക, അനുമതി കൊടുക്കുക, ചെയ്തോളാൻ പറയാം കേട്ടോ. എൻ്റെ സ്പീഡോമീറ്ററൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റാണ്, മീറ്റർ മെക്കാനിക്സൊക്കെ ഓൾറെഡി പോയി കിടക്കുകയാണ്. ബാക്കിയത്തെ ഇപ്പോൾ ഇത്ര പറഞ്ഞിരിക്കുന്ന വർക്ക് ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ വർക്ക് മാത്രം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നേരെ മറിച്ച് ജനറലായിട്ട് സർവീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത എന്തെങ്കിലും കംപ്ലയിൻസുകളുണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ വണ്ടി അഴിച്ചു നോക്കുകയും അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പാർട്സ് ഡാമേജ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ട് അതിന് എത്ര കൂടി ചിലവ് വരും എന്നുള്ള കേസ് കൃത്യമായിട്ട് നമ്മൾ നോക്കി പറയും. അത് ജനറൽ സർവീസായിട്ട് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ കസ്റ്റമർ എന്ത് വർക്കാണോ പറയണേ അതിൻ്റെ വർക്ക് ചെയ്യണ ചിലവ് എത്ര വരും, ഏതൊക്കെ പാർട്സ് ഡാമേജ്, അത് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയണേ. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടാണ് ജനറൽ സർവീസ് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് അപ്പോൾ ജോബ് കാർഡിൽ ഞാൻ കാണിച്ച കംപ്ലയിൻസുകളാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്നാണ് ഞാനിപ്പോൾ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഇടുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നോക്കിയിട്ട് പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാതെ കൊണ്ട് പെർമിഷൻ കൊടുക്കരുത്. അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുക. അതിന് ശേഷം മാത്രം പണിയാനായിട്ടുള്ള അനുമതി കൊടുക്കുക. ഓക്കെ,
അതിന് ശേഷം വർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് നമുക്ക് അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നരുത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ എടുത്തെടുത്ത് പറയണതിൻ്റെ കാരണം. അപ്പോൾ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീഡിയോസ് ചെയ്തും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.